ബാക്ക് ടു ഹാഫ് പേസ് അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇതുവരെ നമ്മൾ നോക്കിയത് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസ് ചെയ്യുന്ന ഓട്ടോക്യാഡിൽ പല ടൂൾസും കാര്യങ്ങളുമാണ്. ഇന്ന് നമ്മൾ ജസ്റ്റ് അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കത് ഒരു സ്റ്റെയർ കേസിൻ്റെ പ്ലാനിലൂടെ നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമുക്ക് സ്റ്റെയർ കേസിൻ്റെ പ്ലാൻ വരയ്ക്കുന്നത്, ബേസിക്കായിട്ടൊരു ഡ്രോയിങ് എടുത്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ബേസിക്കായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യമാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ സ്റ്റെയർ കേസിൻ്റെ പ്ലാൻ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് ട്രെഡ് ഉണ്ട് അതിനകത്ത്, അല്ലേ? ട്രെഡിൽ മിനിമം ഇഞ്ചിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ 10 inches ആണ്. ഓക്കെ, അതേപോലെ എമ്മിൽ നോക്കുവാണെങ്കിൽ 250 to 300 mm വരും. അതേപോലെ റൈസർ നമ്മൾ നോക്കുവാണെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ വരുന്നത് 6 inches ആണ് ടു 7.5 inches. ഇൻ എമ്മിൽ നോക്കുവാണെങ്കിൽ 150 to 190 mm. ഓക്കെ, അതേപോലെ വിഡ്ത്ത് ഓഫ് ദ സ്റ്റെയർ കേസ്. ഇപ്പോൾ സ്റ്റെയർ കേസ് നമ്മൾ നടക്കുന്ന സ്റ്റെയർ കേസ് അറിയാം, അതിൻ്റെ വിഡ്ത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ 3 feet ആണ് ഫോർ റെസിഡൻഷ്യൽ ബിൽഡിങ്സ്. ഓക്കെ, അതേപോലെ റെക്കമെൻഡഡ് ഫോർ സ്കൂൾസ് അല്ലെങ്കിൽ പബ്ലിക് ബിൽഡിങ്ങിന് 40 to 60 inches ആണ്, അതായത് 3.3 to 5 feet ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ഹോസ്പിറ്റൽസ്, അതേപോലെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 60 inches ആണ്, അല്ലെങ്കിൽ 5 feet ആണ്. ഓക്കെ, അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പാരാമീറ്ററാണ്. നെക്സ്റ്റ് ഹെഡ് റൂമാണ്. ഇതിൻ്റെ ഇമേജ് കാണിച്ച് തരുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതേപോലെ ലാൻഡിങ് നമുക്കറിയുന്നതാണ്. നമ്മളിപ്പം സ്റ്റെപ്പ് കയറിപ്പോയി നമുക്കൊരു ടെമ്പററി റെസ്റ്റ് ചെയ്യുന്ന പാത്തിനെയാണ് നമ്മൾ ലാൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ മിനിമമായിട്ട് നമ്മൾ കൊടുക്കുന്നത് 36 to 60 inch, അതായത് നമ്മൾ 3 feet വരെ നമുക്ക് കൊടുക്കാം. ഓക്കെ, മിനിമം അത് നമ്മൾ എപ്പോഴും കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ലാൻഡിങ്ങിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദ സ്റ്റെയർ കേസിൻ്റെ ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലായിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ലാൻഡിങ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ നമ്പർ ഓഫ് റൈസർ പെർ ഫ്ലൈറ്റ്. മിനിമം റൈസേഴ്സ് 3 റൈസേഴ്സ് ആണ്, മാക്സിമം റൈസേഴ്സ് 12 റൈസേഴ്സ് പെർ ഫ്ലൈറ്റ് ആണ്. ഓക്കെ, അതേപോലെ നമ്മൾ സ്ലോപ്പ് നമ്മൾ എത്ര ആംഗിൾ കൊടുക്കണം എന്ന് പറയുമ്പോൾ 25 degree to 40 degree ആണ്. അതേപോലെ ഹാൻഡ് റെയിലിൻ്റെ 33 to 35 inches. അപ്പം ഇതാണ് നമ്മൾ നോക്കേണ്ടത്, ബേസിക് ആയിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഒരു 10 feet റൂമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 10 feetൻ്റെ ഒരു റൂമിൽ നമ്മളൊരു സ്റ്റെയർ കേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്ര സ്റ്റെയർസ് പ്രൊവൈഡ് ചെയ്യണം, അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിൻ്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ പ്ലാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ഒരു ഡയമെൻഷൻ, ഇതാണ് നമ്മളിപ്പോൾ പ്ലാൻ, നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ പ്ലാൻ ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിപ്പം ഇങ്ങനെയാണ് ഞാൻ വരയ്ക്കുന്നത്. ഇതിനെ കുറച്ച് റൊട്ടേറ്റ് ചെയ്തിട്ടായിരിക്കും ഞാൻ വരയ്ക്കുന്നത്, ബിക്കോസ് ഞാൻ ഉദ്ദേശിക്കുന്നത് താഴെ നമ്മുടെ പ്ലാൻ വരയ്ക്കും, അതേപോലെ മേളിൽ നമുക്ക് എലിവേഷൻ വരയ്ക്കും, ആ രീതിയിലായിരിക്കും വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരയ്ക്കുന്ന കുറച്ച് ഡയമെൻഷൻ ഞാൻ മോഡിഫൈ ചെയ്യും, അതേപോലെ ഇതിൻ്റെ കുറച്ചൊക്കെ സെയിം ആയിട്ട് ഞാൻ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് രീതിയിൽ നമുക്ക് മോഡിഫൈ ചെയ്യാം, എങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റുമെന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന ഇതാണ്, നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ വിഡ്ത്ത് 4 feet ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ലാൻഡിങ്ങിന് വിഡ്ത്ത് എത്രയാണ്, ഇതാണ് ലാൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ലാൻഡിങ് 3 feet ആണ് എടുത്തേക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ 6 inch എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ലാൻഡിങ് 2 ആണ്, അത് 3 feet ആണ്. ഓക്കെ, അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. എന്താണ് ഇതിന് നമ്മൾ പറയുന്നതാണ് നമ്മുടെ സ്റ്റെയർ കേസാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, അല്ലേ? അപ്പം ഈ ഡയമെൻഷൻ ഇതാണ് നമ്മുടെ ട്രെഡ് എന്ന് വരുന്നത്. അതേപോലെ ഈ വെർട്ടിക്കൽ ഡയമെൻഷനാണ് നമ്മുടെ റൈസർ, അതാണ് നമ്മുടെ 6 inch നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ 10 inch എന്ന് പറയുന്നത് നമ്മുടെ ട്രെഡാണ്, നമ്മുടെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അതേപോലെ ഇത് നമ്മുടെ ലാൻഡിങ് 3 feet, ഇവിടെ നമ്മുടെ ലാൻഡിങ് ഉണ്ട് 3 feet. അതേപോലെ ഇവിടെ നമ്മുടെ തിക്നെസ് ഉണ്ട്, എത്രയാണ് 150 mm ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം 250 mm ഓർ 250 mm അല്ലെങ്കിൽ നമ്മൾ 10 inch നമ്മൾ കൊടുക്കും ട്രെഡ്. അതേപോലെ 150 mm അല്ലെങ്കിൽ 6 inch നമ്മൾ എന്ത് കൊടുക്കും, നമ്മുടെ റൈസർ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിച്ച് നോക്കണം, നമുക്ക് ഈ റൈസർ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ എത്ര സ്റ്റെയർസ് അല്ലെങ്കിൽ എത്ര സ്റ്റെപ്സ് പ്രൊവൈഡ് ചെയ്യണം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ടോട്ടൽ ഹൈറ്റിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 10 feet ആണെങ്കിൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, നമ്മൾ എത്ര നമ്പർ ഓഫ് സ്റ്റെയർസ് വേണമെന്ന് അത് നമുക്ക് നോക്കാം. ബേസിക്കായിട്ട് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനായിട്ട് ഞാൻ ആദ്യം കാൽക്കുലേറ്റർ എടുക്കുവാണ്. കാൽക്കുലേറ്റർ എടുത്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ടോട്ടൽ ഹൈറ്റ് എത്രയാണ്, 10 feet ആണ്. ഓക്കെ, 10 feet. അപ്പോൾ നമ്മൾ ഇതിനെ ഇഞ്ചിൽ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇഞ്ചിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇൻറ്റു 12.
ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 120 ഇഞ്ചസ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ടോട്ടൽ ഡയമെൻഷൻ അല്ലെങ്കിൽ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 120 ഇഞ്ചസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു റൈസറിൻ്റെ ഡയമെൻഷൻ എത്രയാണ്? 6 ഇഞ്ചാണ് അല്ലേ. അപ്പോൾ ഒരു റൈസറിൻ്റെ ഡയമെൻഷൻ 6 ഇഞ്ചാണ്. ടോട്ടൽ ഹൈറ്റ് എത്രയാണ്? 12 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഒരു റൈസർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര സ്റ്റെപ്സ് വേണം നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 120 ഡിവൈഡഡ് ബൈ 6 ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി 20 സ്റ്റെപ്സ് നമുക്ക് ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ 20 സ്റ്റെപ്സ് ആണ് നമ്മളിവിടെ, ഇതാണ് നമ്മുടെ നമ്പർ ഓഫ് സ്റ്റെപ്സ്. 20 സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ 20 സ്റ്റെപ്സ് ആണ് ഇപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ സൈഡിൽ തന്നെ നമുക്ക് വരയ്ക്കാം നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ പ്ലാൻ. ഓക്കെ, അത് നമുക്ക് യൂണിറ്റ് സെറ്റ് ചെയ്യാം. എന്താണ്? UN എൻ്റർ. ഇവിടെ ഞാൻ വരയ്ക്കാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, എഞ്ചിനീയറിംഗ് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. അതേപോലെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇഞ്ചസ് ആണ്. ഓക്കെ, നമ്മളെപ്പോഴും സെറ്റ് ചെയ്യും, എഞ്ചിനീയറിംഗ് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയ ഡയമെൻഷൻ എടുക്കണം. നമ്മുടെ ഇഞ്ചസ് ആണ് ചെറിയ ഡയമെൻഷൻ. എന്നിട്ട് നമ്മൾ ഓക്കെ പ്രസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഈ ഒരു വിഡ്ത്ത് ഓഫ് ദ സ്റ്റെയർ കേസാണ്. വിഡ്ത്ത് ഓഫ് സ്റ്റെയർ കേസ് ഞാൻ എടുക്കാൻ പോകുന്നത് 3 feet ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? L എൻ്റർ. ഇവിടെ ഞാൻ പ്രസ് ചെയ്തു. F8 പ്രസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? 3 feet. ഫീറ്റ് പ്രസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമുക്ക് നമ്മുടെ ഈ ഷിഫ്റ്റിൻ്റെ മുകളിൽ FSW ഉണ്ട്, അത് നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഫീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഷിഫ്റ്റ് പ്രസ് നമ്മൾ അത് ചെയ്യുമ്പോൾ എന്താണ്? ഷിഫ്റ്റ് പ്രസ് നമ്മൾ കോമ അല്ലെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ എന്താണാവുന്നത്? അത് ഇഞ്ചായി മാറും. ഓക്കെ, അപ്പോൾ 2 ഡയമെൻഷൻ അത് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് ചെയ്ത് എൻ്റർ അടിച്ചു. എൻ്റർ അടിക്കുമ്പോൾ എന്താണാവുന്നത്? നമ്മുടെ ഒരു ലെങ്ത്ത് വന്നു, അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് ദ സ്റ്റെയർ കേസ് വന്നു. ഓക്കെ, നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിൻ്റെ ഓഫ്സെറ്റ് എടുക്കാൻ പോവാം. ഓക്കെ, ഇതിൻ്റെ ഓഫ്സെറ്റ് നമ്മൾ എങ്ങനെ എടുക്കുന്നത്? O എൻ്റർ. അതൊക്കെ നമുക്ക് ബേസിക്കായിട്ട് അറിയുന്നതാണ് അല്ലേ. O എൻ്റർ. അതേപോലെ നമുക്കിപ്പം എത്രയാണോ ട്രെഡ് അതായിരിക്കും നമ്മുടെ ഈ ഡയമെൻഷൻ വരുന്നത്. അപ്പോൾ ട്രെഡ് നമുക്കറിയാം എത്രയാണ്? 10 ഇഞ്ചസ് ആണ് അല്ലേ. അപ്പോൾ 10 ഇഞ്ച് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 10 ഇഞ്ചസ് ഷിഫ്റ്റ് പ്ലസ് FSW പ്രസ് ചെയ്യണം. അപ്പോൾ 10 ഇഞ്ച് വരും. ഓക്കെ, എന്നിട്ട് എൻ്റർ ചെയ്യണം. എന്നിട്ട് ഓഫ്സെറ്റ് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ഏതാണോ സോഴ്സ് അത് നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് ഡയറക്ഷൻ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ എനിക്ക് ഓൾറെഡി അറിയാം 10 സ്റ്റെപ്സ് ആണ് എനിക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? താഴെ മൾട്ടിപ്പിൾ എന്ന ഓപ്ഷൻ ഉണ്ട്. ഓൾറെഡി നമ്മൾ ഓഫ്സെറ്റിൻ്റെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. ഓക്കെ, താഴെ M ഫോർ മൾട്ടിപ്പിൾ എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനത് പ്രസ് ചെയ്യും. M എൻ്റർ. എന്നിട്ട് ഡയറക്ഷൻ കൊടുത്തിട്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്യും. ഓക്കെ, ഞാൻ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യും. അപ്പോൾ എത്രയാണ് എനിക്ക് വേണ്ടത്? 1 2 3 4 5 6 7 8 9 10. ഓക്കെ, 10 സ്റ്റെയർ കേസ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഉണ്ട്. O എൻ്റർ 10 നമ്മുടെ സ്റ്റെയർ കേസ്. അപ്പോൾ 10 സ്റ്റെയർ കേസ് നമ്മൾ ഉണ്ടാക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഇതിനെ തന്നെ കോപ്പി ചെയ്ത് ഞാൻ മേളിലോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോപ്പിയുടെ ഷോർട്ട് കീ എന്താണ്? CO ആണ് കോപ്പിയുടെ ഷോർട്ട് കീ. ഓക്കെ, കോപ്പി ഷോർട്ട് കീ ഞാനിത് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റർ പ്രസ് ചെയ്തു. എന്നിട്ട് ഞാൻ ബേസ് പോയിൻ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, ബേസ് പോയിൻ്റ് ഞാൻ ഇതായിട്ട് എടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ തന്നെ ഞാൻ മേളിലോട്ട് വരയ്ക്കുകയാണ്. മേളിലോട്ട് വരയ്ക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ടത് 3 feet ഓൾറെഡി ഉണ്ട്. ഇടയ്ക്ക് ഞാൻ എന്താണ് ചെയ്യുന്നത്? 6 ഇഞ്ചും കൂടെ ഞാൻ ഗ്യാപ്പ് വിടുകയാണ്. നമുക്ക് ഇവിടെ തന്നെ അതിൻ്റെ ഗ്യാപ്പിൽ 6 ഇഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? 3 feet 6 inches എന്നടിച്ച് എന്നിട്ട് എൻ്റർ ചെയ്തു. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റും? അപ്പോൾ ആ ഡിസ്റ്റൻസ് കണ്ടോ? അപ്പോൾ ഞാനത് ചെയ്ത് എസ്കേപ്പ് അടിച്ചപ്പോൾ ആ ഡിസ്റ്റൻസിൽ നമുക്ക് എന്താണ്? ഇതേ സെയിം സാധനം ഇവിടെ നമുക്ക് കോപ്പിയായി കിട്ടി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? റെക്റ്റാങ്കിൾ വെച്ച് ഇതിനെ ജോയിൻ ചെയ്യുകയാണ്. ഓക്കെ, RAC എൻ്റർ. ഇവിടെ പ്രസ് ചെയ്തു, ഇവിടെ പ്രസ് ചെയ്തു. അങ്ങനെ നമുക്ക് നമ്മുടെ എന്താണ്? നമ്മൾ റെക്റ്റാങ്കിൾ വെച്ച് നമ്മൾ ജോയിൻ ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഓഫ്സെറ്റ് കൊടുക്കുക. ഓഫ്സെറ്റ് ഞാൻ ഇതിനെ ഒരു 2 ഇഞ്ച് വെച്ച് കൊടുക്കാം ഗ്യാപ്പിൽ. ഓക്കെ, അപ്പം O എൻ്റർ 2 inches എൻ്റർ. ഓക്കെ, ഇങ്ങനെ ഞാൻ 2 inches കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് ഞാൻ ജോയിൻ ചെയ്യാം. L എൻ്റർ. ഇവിടുന്ന് ഇവിടം വരെ ജോയിൻ ആണ്. ഇനി നമ്മൾ ലാൻഡിംഗ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ലാൻഡിംഗ് ഞാൻ ഒന്നെങ്കിൽ 3 feet എടുക്കണം, അല്ലെങ്കിൽ ഈക്വൽ ടു 3 feet ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കൂടുതലായിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ 3 feet തന്നെ എടുക്കുകയാണ്. 3 feet എൻ്റർ. അതേപോലെ ഇങ്ങോട്ട് ഡയമെൻഷൻ എത്രയായിരിക്കും? 6 feet 6 inch ആയിരിക്കും ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. ഓക്കെ, 6 feet 6 inch. ഓക്കെ,
ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇവിടം വരെ ജോയിൻ ചെയ്യും. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? അഗെയിൻ നമ്മുടെ ലാൻഡിംഗ് കൊണ്ട് 3 ഫീറ്റ് എൻ്റർ. ഇനി നമ്മൾ ഇങ്ങനെ ഡയറക്ഷൻ കാണിക്കും. എന്നിട്ട് എത്രയാണ്? 6 ഫീറ്റ് 6 ഇഞ്ച് എൻ്റർ. അഗെയിൻ നമ്മളിതിനെ ജോയിൻ ചെയ്യും. എത്രയാണ് നമ്മുടെ? 3 ഫീറ്റ് എൻ്റർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ജോയിൻ ആയി. നമുക്ക് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മുടെ വാൾ തിക്നെസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മളിപ്പം സ്റ്റെയർ കേസ് നമ്മൾ മാത്രം ഉണ്ടാക്കിയാൽ മാത്രമല്ല ഇതിൻ്റെ വാൾ തിക്നെസ്സും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറലായിട്ട് അറിയാം നമ്മുടെ വാൾ തിക്നെസ് 9 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓഫ്സെറ്റ് പ്രസ് ചെയ്യും, O എൻ്റർ. ഇവിടെ 9 ഇഞ്ചസ് പ്രസ് ചെയ്യും. ഓക്കെ, ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ മതി, എൻ്റർ. എന്നിട്ട് ഞാനിവിടെ മേളിലോട്ട് ഓഫ്സെറ്റ് എടുക്കുക. ഇതും മേളിലോട്ട് എടുത്തു, ഇതും മേളിലോട്ട് എടുത്തു. ഓഫ്സെറ്റ് ഇങ്ങനെ ജസ്റ്റ് ഡയറക്ഷൻ കാണിച്ചാൽ മതി, നമുക്ക് സിമ്പിളാണ്. ഇതും ഇങ്ങോട്ടെടുത്തു, ഇതും ഇങ്ങോട്ടെടുത്തു. ഓക്കെ, ഇനി ഞാൻ ഫില്ലറ്റ് യൂസ് ചെയ്യുക. ഓൾറെഡി നമ്മൾ റെക്റ്റാങ്കിളിൽ ഫില്ലറ്റ് നോക്കിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഫില്ലറ്റിൻ്റെ ഷോർട്ട് കീ എന്താണ്? എഫ് എൻ്റർ ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്തു, ഈ ലൈനിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ സ്പേസ് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, സ്പേസ് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, സ്പേസ്, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഫില്ലറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ജോയിൻ ആവും. പക്ഷേ ഇമ്പോർട്ടൻ്റ് ശ്രദ്ധിക്കേണ്ടത്, ഫില്ലറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റേഡിയസ് എന്തെങ്കിലും വാല്യൂ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം. അത് എപ്പോഴും 0 ആയിരിക്കണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട പാരാമീറ്റർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്ലാൻ ഏകദേശം നമ്മുടെ റെഡിയായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ഡോറിൻ്റെ ഒരു എൻട്രിയും കൂടെ ഉണ്ടാക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഡോറിൻ്റെ എൻട്രി ഞാൻ ചെയ്യുന്നത് L എൻ്റർ. ഇവിടെ ഞാൻ കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങോട്ട് ഞാൻ ജോയിൻ ചെയ്തു, O എൻ്റർ. ഇപ്പം ഞാൻ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഡോറിൻ്റെ വിഡ്ത്ത് ഞാൻ 3 ഫീറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഓഫ്സെറ്റ് 3 ഫീറ്റ് എൻ്റർ. അപ്പോൾ ഞാൻ ഇവിടെ ഓഫ്സെറ്റ് ചെയ്യുകയാണ്, ഇവിടെ ക്ലിക്ക് ചെയ്തു, അപ്പോൾ ഓഫ്സെറ്റ് വന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും? ട്രിം ചെയ്യും, TR ഡബിൾ എൻ്റർ. എന്നിട്ട് ആവശ്യമില്ലാത്തവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പ്ലാൻ റെഡിയായി. ഇനി ഇവിടെ ഡോറും കൂടെ വെച്ചാൽ മാത്രം മതി. ഓക്കെ, അതിനെ ഞാൻ എന്താ ചെയ്യുന്നത്? Ctrl+3 പ്രസ് ചെയ്തു. അപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ആർക്കിടെക്ചർ എടുത്തു. ഇവിടെ ഞാൻ ഇമ്പീരിയൽ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇമ്പീരിയലും അതേപോലെ മെട്രിക്കും ഉണ്ട് നമുക്ക്. ഓക്കെ, ഡോർ മെട്രിക്കും ഉണ്ട്, ഇമ്പീരിയൽ. അപ്പോൾ ഇമ്പീരിയൽ നമ്മളെപ്പോഴും ഇഞ്ചസ് ഫീറ്റിൽ എടുക്കുമ്പോൾ ഇമ്പീരിയലാണ് എടുക്കുന്നത്. മെട്രിക് എന്ന് പറഞ്ഞാൽ മീറ്റർ സെൻറ്റിമീറ്റർ mm എടുക്കുമ്പോൾ നമ്മൾ മെട്രിക്കാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇമ്പീരിയൽ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് ഞാൻ ക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മൾ റൊട്ടേറ്റൊക്കെ നമ്മളിപ്പം നോക്കിയിട്ടില്ല, പക്ഷേ എന്നാലും ഞാൻ സിമ്പിളായിട്ട് റൊട്ടേഷൻ്റെ പറയാം. അപ്പോൾ ഇതിനെ ഞാനിപ്പം നമുക്ക് കുറേ രീതിയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്യണം, 90 ഡിഗ്രിയിൽ ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഡോർ ഓപ്പണായി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കീ ആണ് RO എൻ്റർ. എന്നിട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ ഒന്നുകിൽ ആംഗിൾ പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്യുക, RO എൻ്റർ. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. അപ്പം ഇതിനെ 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുക. ഇതിനെ ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഓക്കെ, ഡയമെൻഷൻ 3 ഫീറ്റ് നോക്കുക. 3 ഫീറ്റ് എൻ്റർ. RO എൻ്റർ. എന്നിട്ട് മൂവ് ചെയ്യണം, M എൻ്റർ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ആണെങ്കിലും ഇങ്ങനെ വേണോ എങ്ങനെ ആണെങ്കിലും നമുക്ക് വെക്കാൻ പറ്റും. അത് പ്രോപ്പറായിട്ട് നമ്മൾ മൂവ് ചെയ്ത് ഓക്കെ ഇങ്ങനെ വെച്ചു. ഇത് കുറച്ചുകൂടെ പുറത്തോട്ടാണ്, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ മൂവ് ചെയ്ത് വയ്ക്കുകയാണ്. M എൻ്റർ. M ആണ് ഷോർട്ട് കീ മൂവിൻ്റെ. എൻ്റർ ചെയ്തു, ബേസ് പോയിൻ്റ് സെലക്ട് ചെയ്തു. കുറച്ച് അകത്തോട്ട് നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ വരെ മൂവ് ചെയ്തു. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് ഈസിയായിട്ട് ഇടും. അപ്പോൾ നമ്മുടെ റൊട്ടേറ്റും മൂവും നമ്മൾ ലൈറ്റായിട്ട് നോക്കിയായിരുന്നു. ഓക്കെ, അപ്പം അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഉണ്ട്, അത് നമുക്ക് ഒപ്പം നോക്കാം. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ട് നമുക്ക് ഐഡിയ കിട്ടുന്നത് എന്താണ്? നമുക്ക് ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പ്ലാൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ബേസിക്കായിട്ടുള്ള കീസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് വെച്ചാണ് നമ്മൾ സ്റ്റെയർ കേസിൻ്റെ
പ്ലാൻ നമ്മൾ ഡിസൈൻ ചെയ്തത്. ഓക്കെ, ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായാൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എലിവേഷൻ, ഇതിൻ്റെ തന്നെ മേളിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് എലിവേഷൻ വരയ്ക്കാം. ഓക്കെ, അത് നമുക്ക് അടുത്ത വീഡിയോസിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ താങ്ക്സ് എ ലോട്ട്.